ഒരുപാട് ആഗ്രഹിച്ച ഒരു കുഞ്ഞു യാത്രയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഈ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിത്രീകരിച്ച് നാളെ രാവിലെ ആയിരിക്കും ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. വേറെ എവിടേക്കുമല്ല, അവണയങ്ങാട്ടിൽ ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം കേട്ടോ. അപ്പോൾ ഈ തൃപ്രയാർ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. 2 വഴി പോവുക. തൃപ്രയാർ വഴിയാണ് കുറച്ചും കൂടി തിരക്കില്ലാതെ നമുക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ തൃപ്രയാർ ക്ഷേത്രം, ശ്രീരാമക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ, ആ പാലത്തുമ്മൽ നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ വഴിനീളമുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കാണാത്തവർക്ക് കാണാൻ കൂടിയിട്ടാട്ടോ. നേരിട്ട് കാണാൻ ഭാഗ്യം ഇല്ലാത്തവർക്ക് ഇങ്ങനെ എൻ്റെ വീഡിയോയിലൂടെ കുഞ്ഞു കാഴ്ചകൾ കാണാനായിട്ടാട്ടോ. പോകുന്ന വഴിയിലുള്ള ചർച്ചാണിത്. പെരിങ്ങോട്ടുകര ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഇങ്ങനെ വിഷ്ണുമായ ക്ഷേത്രങ്ങളും അതേപോലെ വല്ലാത്തൊരു വൈബാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് ദൂരം ഉള്ള ഈ ക്ഷേത്രത്തിലേക്ക് പക്ഷെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കവാടത്തിൻ്റെ ആ ഒരു നടപ്പന്തലുണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്കാണ്. വണ്ടിയൊക്കെ ഒരു സൈഡിൽ ഞങ്ങൾ റോട്ടിൽ തന്നെ വെച്ചിട്ടാണ് ഞങ്ങൾ കയറിയത്. ഈ നടപ്പന്തലിൽ കയറിയപ്പോൾ തന്നെ നല്ല തിരക്കും ഒരു ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം, ഒരുപാട് അലങ്കാരങ്ങൾ. അത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ വഴിയിൽ മൊത്തം പൂമാലകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നടപ്പന്തലൊക്കെ ഒരു എന്താ പറയുക, വിഷ്ണുമായയോടുള്ള ഒരു ഭക്തി കൊണ്ടായിരിക്കാം ചിലപ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഞാൻ ചെറുപ്പം മുതൽ അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിച്ചൊക്കെ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് കുറേ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പടിപ്പുര ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന പടിപ്പുര ഗോപുരം ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ടാവും. അത് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് കേട്ടോ ഞാൻ ഈ ഉത്സവ ദിവസം ഇവിടെ വരുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ 2 ദിവസമായി വിചാരിക്കുന്നു വരണം. ഇന്നാണ് ഇപ്പോൾ സൗകര്യം എന്താ പറയുക വരാൻ സാധിച്ചത്. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയുള്ള കാഴ്ചകളാണ്. എല്ലാവരും കണ്ടാസ്വദിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഇവിടെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ. ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുള്ളേ കുറേ ഓർമ്മകളുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ ഒപ്പം വന്നിട്ടുള്ള ഓർമ്മകളുണ്ട്. ഇവിടുത്തെ അലങ്കാരങ്ങളൊക്കെ ഉണ്ട്, ഗോപുരങ്ങളൊക്കെ, നടപ്പന്തൽ. ഇനി ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ, ഇവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ വരിക. വിശ്വാസപൂർവം എന്താ പറയുക, വിഷ്ണുമായ സ്വാമിയോട് എന്ത് പ്രാർത്ഥിച്ചാലും, ന്യായമായിട്ടുള്ള എന്ത് പ്രാർത്ഥിച്ചാലും നമുക്ക് അത് സാധിപ്പിച്ചു തരും എന്നുള്ളതാണ് വിശ്വാസം. ഇത്രയധികം ജനങ്ങൾ വിശ്വാസത്തോടുകൂടി വരണമെങ്കിൽ അതത്രയും എന്താ പറയുക, വിളിച്ചാവ് വെളിപ്പുറത്തായി ആയിരുന്നത് കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ വിളിച്ചാവ് വെളിപ്പുറത്തുള്ളത് കൊണ്ടാണല്ലോ. അപ്പോൾ നോക്കിയ ഗോപുരം, പടിപ്പുര ഗോപുരം, പടിപ്പുര എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. ആ ഗോപുരം കണ്ടോ, നല്ല എന്താ പറയുക, നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ദീപങ്ങൾ, വിവിധതരം ദീപങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഡിസൈൻ നല്ല രസമുണ്ട് കേട്ടോ. ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടാസ്വദിക്കുക. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല, എൻ്റെ വോയിസ് കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ ഉത്സവം കണ്ട് അതിൻ്റെ എന്താ പറയുക എല്ലാ മനോഹാരിതയോടും കൂടി കാണുക. ഓക്കെ.
അങ്ങനെ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ച് ഞങ്ങൾക്കിതേ ഒരു ബുക്ക്ലെറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, വളരെ ശാന്തിയും സമാധാനത്തോടും കൂടി. അപ്പോൾ ഉത്സവത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലുള്ള കുഞ്ഞു യാത്രകൾ